ശ്രീ ധർമ്മസ്ഥല പോലെ കർണാടകയിലെ ഒരു സ്ഥലം ശ്രീലങ്കയിലുണ്ട്. ചെമ്മണി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെയും ഇതിന് സമാനമായിട്ട് ഏതാണ്ട് 300ഓളം പേരുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ മുമ്പ് അവിടെ നടന്ന ആഭ്യന്തര കലാപവുമായി ബന്ധപ്പെട്ടതായിരിക്കുമോ അത്? അല്ല, അത് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ ഇത് വന്നു. ധർമ്മസ്ഥലയിൽ വന്നു കഴിഞ്ഞിട്ട് അതൊരാൾ വ്യാജമായിട്ടുണ്ടാക്കിയതാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. കാരണം ആ ഭട്ട് എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, അവർ പറഞ്ഞു അവർക്ക് അങ്ങനെ ഒരു അനന്യ എന്ന് പറയുന്ന അങ്ങനെ ഒരു മകളില്ല എന്ന് പറഞ്ഞു. അതായത് ഇല്ലാത്ത മകൾ മരിച്ചു എന്ന പ്രചരണമായിരുന്നു അവരുന്നയിച്ചത്. ഇത് വളരെ ആസൂത്രിതമായിട്ട് ഒരു മതപരിവർത്തന ലോബിയുടെ പിണിയാളായി നിന്നുകൊണ്ട് അവൻ പറഞ്ഞതാണ് ധർമ്മസ്ഥലയിൽ സംഭവിച്ചതെന്ന് ഏതാണ്ട് തെളിഞ്ഞ് കഴിഞ്ഞു. അങ്ങനൊരു സ്ഥലമില്ലാന്ന്. ഈ ചെമ്മണി എന്ന് പറയുന്ന സ്ഥലത്ത്, ചെമ്മാണി എന്നാണ് എന്ന് തോന്നുന്നത്, ചെമ്മണി അല്ലെങ്കിൽ ചെമ്മാണി, ഈ സ്ഥലം വടക്കൻ ശ്രീലങ്കയിൽപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ തമിഴ് ഈഴം വിപ്ലവകാരികളും സൈന്യവും ശക്തമായിട്ട് ഏറ്റുമുട്ടി. ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ചെന്ന് പ്രവർത്തിച്ച സ്ഥലവുമാണ് അവിടെ വളരെ നീണ്ടു നിന്ന യുദ്ധത്തിന് ശേഷമാണ് അവിടെ നിന്ന് അവരെ തോൽപ്പിച്ചത്, ഈ തമിഴ് ഈഴംകാരെ തോൽപ്പിച്ചത്. അവിടെ ഒരു ശവക്കുഴി ഉണ്ടെന്നും ആ ശവക്കുഴി തോണ്ടിക്കഴിഞ്ഞപ്പോഴേക്കും 141 പേരുടെ അസ്ഥികൂടങ്ങൾ കിട്ടിയെന്നും ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും തെളിവില്ല. ഒന്നാമത്തെ കാര്യം. അതിൽ ഒരു 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 രജപക്ഷെ എന്ന് പറയുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെ സൈനിക കോടതി ശിക്ഷിച്ചിരുന്നു. കൂട്ടബലാത്സംഗം, കൂട്ടക്കൊലപാതകം, ശിശു പീഡനം, ഇതിൻ്റെയൊക്കെ പേരിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചിരുന്നു. അദ്ദേഹം 27 വർഷം മുൻപ് കൊടുത്തിരുന്ന ഒരു മൊഴിയിൽ ഈ ചെമ്മണിയെക്കുറിച്ച് പരാമർശമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ അവിടെ എക്സ്കവേഷൻസ് നടത്തിയിട്ട് ഇത് എടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞ മൊഴിയിലാണ് പറയുന്നത്. എന്ത് 141 പേരെ അവിടെ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷെ അവിടെ എക്സ്കവേഷൻ നടത്തിയിട്ട് കുറച്ച് എല്ലിൻ കഷ്ണങ്ങളും ഇതൊക്കെ കിട്ടി എന്നല്ലാതെ ഈ പറയുന്ന അത്രയും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ചെമ്മണിയിൽ ഇത് നടന്നിരിക്കുന്ന, സ്ഥിരമായിട്ട് യുദ്ധം നടന്നിരുന്നൊരു സ്ഥലമായതുകൊണ്ട് അവിടെ അത്തരം ഒരു സാധ്യതയെ തള്ളിക്കളയാനും നിർവാഹമില്ല. പക്ഷെ ഇതിൽ തുടങ്ങേണ്ട കാര്യം, ഈ ശ്രീലങ്കൻ യുദ്ധം 1983 തുടങ്ങിയത്. അത് തുടങ്ങിക്കഴിഞ്ഞിട്ട് അത് അവസാനിക്കുന്നത് 2009. ഒരുപാട് കാര്യങ്ങൾ അതിനിടയിൽ സംഭവിച്ചു. ആ ശ്രീലങ്കൻ തമിഴ് ഈഴം നടത്തിയ യുദ്ധത്തിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്ന കാര്യം കൂടി ഇപ്പം അന്വേഷിക്കേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലൊരു വളരെ വ്യാപകമായ വേറൊരു അജണ്ട കൂടി നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ ഏഷ്യൻ രാജ്യങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ഒരു ശ്രമം അതിൻ്റെയൊക്കെ പിന്നിലില്ലേ എന്ന് നോക്കേണ്ടതാണ്. ശ്രീലങ്ക ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 83 ഒടുങ്ങി തമിഴ് ഈഴം അവിടെ വരികയും തമിഴ് പീഡനം എന്നുള്ള പ്രചരണം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ആഭ്യന്തര കലാപം വരികയും ആ ആഭ്യന്തര കലാപത്തിൽ ആത്യന്തികമായിട്ട് ശ്രീലങ്ക തകർന്ന് തരിപ്പണമാകുകയും ചെയ്തു. ശ്രീലങ്ക ഇപ്പോൾ അത് തിരിച്ചു വരുന്നതിനുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുതന്നെ പാകിസ്ഥാനിൽ പണ്ടേ തന്നെ വലിയ രീതിയിലുള്ള ആഭ്യന്തര കലാപങ്ങളും കലഹങ്ങളും ഇട്ടുകൊണ്ട് നടത്തി ആ രാജ്യം ഏതാണ്ടൊരു ബഗേഴ്സിൻ്റെ രാജ്യമാക്കി അത് മാറ്റിക്കഴിഞ്ഞു. അവരുടെ മന്ത്രി തന്നെ പറഞ്ഞില്ലേ, അപ്പുറത്ത് ഇന്ത്യ നോക്ക്, ഇന്ത്യയിലുള്ളത് എന്തോ ഒരു വലിയൊരു കാറിൻ്റെ പേര് വന്നിട്ട് ആ കാറാണ് ഇവിടെ ഉള്ള ട്രക്കാണെന്ന് പറഞ്ഞില്ലേ, ഒരു ട്രക്കാണെന്ന് പറഞ്ഞില്ലേ, ആ രീതിയിലുള്ളൊരു അവസ്ഥയിൽ ആക്കിയെടുത്ത്. ഇപ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യം ആരാണ് ഭരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഇത് ഈ രാജ്യത്ത് ജയസാധ്യത ഉള്ളത് മുനീറിനാണ്, അസീം മുനീറിനാണ് എന്ന് കരുതിയിട്ടാണ് അമേരിക്ക അസീം മുനീറിനെ എടുത്തിരിക്കുന്നത്. അവിടെ ഒരു പ്രധാനമന്ത്രിയുണ്ട്, ഒരു പ്രസിഡൻറ്റുണ്ട്. അവരെന്താ ചെയ്യണമെന്നുള്ള കാര്യം ലോകത്ത് ആർക്കും അറിയില്ല. ഒരു മന്ത്രിസഭയുണ്ട്. ആ മന്ത്രിസഭയിൽ നിന്നുള്ള ഒരാൾ, ഇപ്പോൾ ഇന്ന് അയാളുടെ ഒരു വാർത്ത വന്ന് ആ വിദേശകാര്യ വകുപ്പ് മന്ത്രി ബംഗ്ലാദേശിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു.
ബംഗ്ലാദേശ് വേറൊരു ഉദാഹരണമാണ്, മ്യാൻമാർ. ഇങ്ങനെ നിങ്ങൾ എടുത്തു നോക്ക്. ഈ ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ആഭ്യന്തര കലാപങ്ങൾ കൊണ്ട് ആ രാജ്യങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ പദ്ധതി ആരോ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ ആസൂത്രിതമായ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ജോർജ് സോറോസ് ആണ് എന്നുള്ള കാര്യം തർക്കമറ്റ് കിടക്കുകയാണ്. സോറോസ് അത് അംഗീകരിച്ചിട്ടുമുണ്ട്. അതേ കക്ഷികളുടെ തന്നെ ഒരു ആസൂത്രിതമായ ശ്രമം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം പാശ്ചാത്യ രാജ്യങ്ങളല്ലാതെ സാമ്പത്തിക ശക്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ ആ രാജ്യങ്ങളെ തകർക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുകയും ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അത്തരം രാജ്യങ്ങൾ സാമ്പത്തികമായും സാംസ്കാരികമായും ആത്മീയമായും തകർന്നു പോവുകയും ചെയ്യും. ആ തകർച്ച നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. അത് ഇന്ത്യയിലാണ് അത് വേണ്ടത്ര വിലപ്പോകാതെ പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഇത് പൊക്കിക്കൊണ്ടുവരുന്നത്, കാരണം താരതമ്യേന ദുർബലമായി പോയ തമിഴ് ഈഴ ശക്തികൾ ഒരു ആഭ്യന്തര കലാപം വീണ്ടും റിവൈവ് ചെയ്യിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഫലമാണോ അതൊന്ന് നോക്കേണ്ടതാണ്. കാരണം ശ്രീലങ്ക വീണ്ടും സാമ്പത്തികമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാമ്പത്തികമായിട്ട് ശ്രീലങ്ക വീണ്ടും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക ആ രാജ്യം ഇനിയും ഒന്നും ആകരുത് എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതുമാകാം. അത് ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റും. പക്ഷേ ജോർജ് സോറോസ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ജോർജ് സോറോസിൻ്റെ കരങ്ങളാണ് ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും ഇന്ത്യയിലും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മതപരിവർത്തന ലോബികൾക്ക്, പിന്നെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ എക്സ്ട്രീമിസ്റ്റുകൾക്ക്, ഭീകരവാദികൾക്ക്, മതഭീകരവാദികൾക്ക്, ഇവർക്കൊക്കെ ഫൈനാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘമുണ്ട്. ആ സംഘം തന്നെയാണ് ഈ ചെമ്മാണിയിലും ഫിനാൻസ് ചെയ്യുന്നത് എന്ന് വേണം കരുതാനായിട്ട്. ഇപ്പോൾ അത് പൊക്കിക്കൊണ്ടുവരികയാണ്. എത്രയോ കൊല്ലം കഴിഞ്ഞു. അത് എല്ലാം നശിച്ച് കെട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. പ്രഭാകരൻ കൊല്ലപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷവും ഇതിങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് വരുന്നത് ഇതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ സ്ഥലത്ത്, ആഭ്യന്തര കലാപം നടന്ന സ്ഥലത്ത് ഒരു അസ്ഥികൂടം കിട്ടുക എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവം അല്ല അത്. അതിനെ ഞാൻ കുറച്ച് കാണിക്കുകയല്ല. പക്ഷേ ഒരു യുദ്ധവും ഇത്തരം കാര്യങ്ങളൊക്കെ നടന്ന അസ്ഥികൂടങ്ങൾ കിട്ടും. ഈ ഡയറക്റ്റ് ആക്ഷൻ സുഹ്രവർദ്ധി എടുത്തപ്പോൾ ബംഗാളിൽ ആ വയലുകൾ കളച്ചു കഴിഞ്ഞാൽ അസ്ഥികൂടം കിട്ടും. കാരണം അത്രയേറെ പേര് പോലീസിൻ്റെയും ഭരണകൂടത്തിൻ്റെയും സഹായത്തോടു കൂടി പതിനായിരക്കണക്കിന് പേര്, പതിനായിരക്കണക്കിനല്ല, 1,00,000-ഓളം വരുമെന്നാണ് ഒരു കണക്ക്. അത്രയും വന്നില്ലെങ്കിലും അത്രയും പേര് അവിടെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതിൽ കുറേ അസ്ഥികൂടങ്ങൾ ചിലപ്പോൾ വയലിലൊക്കെ വീണിട്ടുണ്ടാകും. കാരണം മനുഷ്യജീവന് വിലയില്ലാതെ അതിനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കെ അത്തരം മൃതശരീരങ്ങൾക്കൊന്നും തന്നെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു ചരമ ശുശ്രൂഷ ലഭിച്ചിട്ടുണ്ടാകില്ല. എല്ലാത്തിനും കൂട്ടിയിട്ട് കത്തിക്കുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അത് ഈ സമയത്ത് അത് വീണ്ടും എന്തിനെടുക്കുന്നു എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഇത്രയും കാലം അതില്ലാതെ ഈ സമയത്ത് വീണ്ടും എടുത്തുകൊണ്ട് വരികയാണ്. അത് അജണ്ടയായിരിക്കും. അത് അജണ്ടയാണ്. അതാണ് അതിൻ്റെ അകത്ത് കാണേണ്ട ഒരു സംഗതി. ഈ സോമരാജ് രജപക്ഷെ എന്നായിരുന്നു അയാളുടെ സൈനികൻ്റെ പേര്, സോമരാജ് രജപക്ഷെ. ഈ സോമരാജ് രജപക്ഷയെ ശിക്ഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കോടതി കൊടുത്തതല്ല, കോടതി കൊടുത്ത കൺഫഷൻ സ്റ്റേറ്റ്മെൻ്റ് അല്ല, പോലീസിന് കൊടുത്ത കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ പോലീസിന് കൊടുക്കുന്ന കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു പരിധി, കോടതി ലീഗൽ വാല്യൂ ഇല്ല അതിന്. പോലീസിൻ്റെ അടുത്ത് നിങ്ങൾ എന്ത് സമ്മതിച്ചു കഴിഞ്ഞാലും ആ സമ്മതം അതേപോലെ കോടതി സ്വീകരിക്കില്ല. പോലീസിൻ്റെ അടുത്ത് കൊടുത്ത സമ്മതം കോടതി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ കൊറോബറേറ്റിംഗ് ആയിട്ടുള്ള എവിഡൻസ് അത് വെച്ചിട്ട് അത് പ്രൂവ് ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ പ്രൂവ് ചെയ്യാത്തിടത്തോളം കാലം കോടതി കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിന് ഒരു വാല്യൂ ഇല്ല. അത് ഈ കോടതിയിലല്ല, പോലീസിന് കൊടുക്കുന്ന. അപ്പോൾ ഇത് കൺഫഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ കോടതി കൊടുത്തതല്ല,
ഇയാളെ അന്ന് ചോദ്യം ചെയ്ത പോലീസിന് കൊടുത്ത കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് എന്ന് പറയുന്ന ഒരുപാട് പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളിൽ ഒന്നാണ് ഈ ചെമ്മണി. പക്ഷേ ഇതിനെ നമ്മൾ നോക്കുമ്പോൾ ഏഷ്യൻ രാജ്യങ്ങളെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ ശ്രമം ഇതിൻ്റെ ഒക്കെ പിന്നിലും കാണാൻ പറ്റും. അങ്ങനെയാണ് ഇല്ലാത്ത ധർമ്മസ്ഥലം ഉണ്ടാക്കിയെടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് ആയതിൻ്റെ പേരിൽ ഒരു കുഴപ്പമില്ല. BJP ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ എന്തു പറഞ്ഞാൽ പോലീസ് അട്ടിമറിച്ചു എന്ന് പറഞ്ഞാൽ. ഇപ്പം അട്ടിമറിയില്ല, വേറെ ഒരു മറിയുമില്ല. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? ഇല്ലാത്തത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു ജനിക്കാത്ത മകൾ മരിച്ചു എന്ന് ഒരു അമ്മയെ കൊണ്ട് നുണ പറയിപ്പിക്കുന്നു. അവിടുത്തെ ഒരു 4ാം ക്ലാസ് ജീവനക്കാരനെ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരുപാട് പേരെ കുഴിച്ചിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നുണ പറയിപ്പിക്കുന്നു. എന്നിട്ട് അയാൾ കുറേ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്നു, അവിടെയൊക്കെ കുഴിച്ചിട്ട് എങ്ങു നിന്നും അസ്ഥികൂടം കിട്ടിയില്ല. ഏതെങ്കിലും ഒരു സ്കൂൾ ബാഗ് അവിടെ ഇട്ടിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള പ്രചരണമായിരിക്കും വരുന്നത്. കാരണം ഈ നുണ പ്രചരിപ്പിക്കുക, അതിനെ കൺജക്റ്റേഴ്സ് എന്നാണ് പറയുക. എന്നുവെച്ചാൽ വസ്തുതകളില്ലാത്ത വെറും വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രസ്താവനകളുണ്ടാക്കി അത് ശരിയാണ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു വസ്തുതയുമില്ലാത്ത കാര്യങ്ങൾ സമ്പൂർണമായ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും അതിന് പ്രചാരം നേടിക്കൊടുക്കുകയും ആ പ്രചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ വൈകാരികത ആളിക്കത്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കുക എന്നത് ജോർജ് സോറസിൻ്റെ രീതിയാണ്. ആ ജോർജ് സോറസിൻ്റെ രീതി തന്നെയാണ് ആരെടുക്കുന്നതും നമ്മുടെ രാഹുലൻ ഇപ്പോഴെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ രാഹുലനല്ല, കേന്ദ്രത്തിലെ രാഹുലൻ. രണ്ട് രാഹുലന്മാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് രണ്ടുപേരും ഒരേ പാതയിൽ ഒരേ തൂവൽ പക്ഷികളാണ്, ഒരുമിച്ച് സഞ്ചരിക്കുന്നവരാണ്. പക്ഷേ ഇത് ദേശീയ രാഹുലൻ എന്താ ചെയ്തത്? തെറ്റായ ഫിഗർ വെച്ച് മഹാരാഷ്ട്രയിൽ കണക്ക് വെച്ചിട്ട് ആ കണക്ക് തന്നെ തെറ്റാണ് എന്ന് അതുണ്ടാക്കിയവന് പറയേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്തരത്തിൽ നട്ടാൽ കുരുക്കാത്തതെന്നല്ല, ശുദ്ധமான കളവ് പറഞ്ഞതിന് ശേഷം ആ കളവ് ശരിയാണ് എന്ന് പറഞ്ഞ് ഏത് തരത്തിലുള്ള പ്രചരണവും നടത്തുക, ആ നുണ പറയുകയും നുണ സത്യമാണ് എന്ന ധാരണയിൽ പ്രചരിപ്പിക്കുകയും ആ പ്രചാരണത്തിലൂടെ ജനങ്ങളുടെ വികാരത്തെ ആളിക്കത്തിച്ച് രാജ്യങ്ങളെ കലാപത്തിൽ അകപ്പെടുത്തി നശിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടായിരിക്കാം ഈ ചെമ്മണി എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.